ഹായ് ഗായ്സ്, എന്തല്ല ഈ ഒരു ജ്വല്ലറി ബോക്സ് കാണുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എൻ്റെ ജ്വല്ലറി കളക്ഷൻ കാണിക്കാൻ വന്നതാണെന്ന്. എങ്കിലല്ല കേട്ടോ, കുറച്ച് ഇൻവിസിബിൾ നെക്ക് പീസിൻ്റെ കളക്ഷൻ കാണിക്കാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമുക്കൊരു ട്രഡീഷണൽ ലുക്ക് പിടിച്ചാലോ. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്നതാണ് ഈ മാങ്ങാമാല പാലക്കാമാല എന്ന് പറയുന്നത്. അതിൽ നമുക്ക് മാങ്ങാമാല കണ്ടാലോ. ഗ്രീൻ മാങ്ങ പെൻഡൻറ്റ് വന്നതുകൊണ്ട് തന്നെ ഗ്രീൻ ബീഡൂടെ ആഡ് ചെയ്തപ്പോൾ ഒരു എലഗൻ ലുക്കൊക്കെ വന്നില്ലേ. അപ്പോൾ എങ്ങനെയാ, സെറ്റല്ലേ. നെക്സ്റ്റ് വന്നിട്ട് റെഡ് ക്രിസ്റ്റൽ സ്റ്റോൺസ് വന്നിട്ടുള്ള 5 പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണ്. ഇത് 5 പെൻഡൻറ്റും 3 പെൻഡൻറ്റും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് റെയിൻബോ സ്റ്റോൺസിൽ വന്നിട്ടുള്ള ഒരു സിമ്പിൾ നെക്ലേസ് ആണ്. റെയിൻബോ കളർ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഡ്രസ്സിൻ്റെ കൂടെ ഇത് മാച്ച് ചെയ്ത് പോയിക്കോളും. നെക്സ്റ്റ് വന്നിട്ട് പേളിൻ്റെ ഒരു ചെയിനാണ്. ഇത് അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. അടുത്തത് വന്നിട്ട് AD ഫ്ലവർ സ്റ്റോൺസിൻ്റെ 3 പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നെക്ക് പീസാണ്. ഇത് നമുക്ക് റെഡ്, ഗ്രീൻ, വൈറ്റ്, പർപ്പിൾ എല്ലാ കളറിലും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിംഗിൾ പെൻഡൻറ്റിൽ തന്നെ നമ്മൾ ആ സെയിം കളർ നോർമൽ ബീഡ്സോ ക്രിസ്റ്റൽ ബീഡ്സോ ആഡ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബീഡ്സ് ഇഷ്ടമല്ലെങ്കിൽ പെൻഡൻറ്റിൻ്റെ കൂടെ ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ നേരത്തെ കണ്ട സെയിം റെയിൻബോ സ്റ്റോൺസിൻ്റെ തന്നെ വേറൊരു മോഡലായിട്ടുള്ള ഒരു നെക്ലേസാണ്. കുന്തൻ സ്റ്റോൺസിൽ വന്നിട്ടുള്ള 5 പെൻഡൻറ്റ് വയലറ്റ് കളർ നെക്ലേസാണ്. ഇതും നന്നായിട്ട് മൂവിങ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് പട്ടുപാവാടൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മൂവിങ് ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സെയിം കുന്തൻ സ്റ്റോൺസിൽ വന്നിട്ടുള്ള വൈറ്റ് ആൻഡ് പർപ്പിൾ കളറിൽ 5 പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നെക്ലേസാണ്. ഇതും നമുക്ക് അത്യാവശ്യം മൂവിങ് ആയിട്ടുണ്ടായിരുന്നു. ഇതും സെയിം കുന്തൻ സ്റ്റോൺസിൽ വന്നിട്ടുള്ള വൈറ്റ് ആൻഡ് ഗ്രീൻ പെൻഡൻറ്റിൽ വന്നിട്ടുള്ള ഒരു നെക്ലേസാണ്. അടുത്തത് വന്നിട്ട് ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു നെക്ലേസാണ്. ഇത് നമ്മൾ ഏകദേശം എല്ലാ കളറിലും അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ഒരു സ്റ്റോൺസ് ചെയിൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അടുത്തതായിട്ട് കുന്തൻ സ്റ്റോൺസിലുള്ള 5 പെൻഡൻറ്റിൽ ഒരു സിമ്പിൾ നെക്ലേസാണ്. അതിന് നമുക്ക് ഇയറിങ്ങും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളതും കുന്തൻ സ്റ്റോൺസിൽ തന്നെ മൾട്ടി കളറിൽ ഒരു ഫ്ലവർ ഷേപ്പിൽ 3 പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നെക്ലേസാണ്. നമ്മൾ കുന്തൻ സ്റ്റോൺസിൽ കുറേ വെറൈറ്റി മോഡൽ ചെയ്തിട്ടുണ്ട്. കളേഴ്സിലാണെങ്കിലും പെൻഡൻറ്റിലാണെങ്കിലും വെറൈറ്റി പിടിച്ചിട്ട് നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെ കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഒരു ചെറിയൊരു ലോ പ്രൈസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതൊക്കെ നമുക്കൊരു 60, 70, 100 റുപ്പീസിനുള്ളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അടുത്തത് വന്നിട്ട് നമ്മുടെ ലോട്ടസിൻ്റെ 3 പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നെക്ലേസാണ്. ഇതിൻ്റെ കൂടെ ഇയറിങ്ങും അവൈലബിൾ ആണ്. ഇത് 3 പെൻഡൻറ്റും 5 പെൻഡൻറ്റിലും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചോക്കറായിട്ടാണെങ്കിലും കുറച്ച് ലെങ്തി ആയിട്ടാണെങ്കിലും എങ്ങനെയാണോ കസ്റ്റമർ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സരസ്വതീൻ്റെ പെൻഡൻറ്റിൽ ഒരു ഗ്രീൻ ബീഡൂടെ ആഡ് ചെയ്ത് നമ്മൾ സിമ്പിളായിട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചോദിച്ചു വരുന്ന ആളുകളുണ്ട് കേട്ടോ, അങ്ങനെ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഹെവി മോഡലായിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഗോൾഡൻ ചെയിനിൽ ഒരു ഗ്രീൻ കളറിൽ ലോക്കറ്റ് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ സെയിം ഇയറിംഗ് കൂടെ ആഡ് ചെയ്തിട്ടാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക്.